ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിയാറിൽ രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞ് കർഷക പ്രതിഷേധം. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. പുലി പശുവിനെ ആക്രമിച്ചു. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ സർക്കാർ സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. പല സ്കൂളുകളിലും ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിയാറിൽ രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിലും ചർച്ചയ്ക്കും ശേഷമാണ് നടപടി. ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആദ്യ പ്രതിഷേധ മാർച്ച് എത്തിയത്. ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞതോടെ നേരിയ ഉന്തും തള്ളും ഉണ്ടായി. എൻവയോൺമെന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ച പ്രതിഷേധക്കാർ പ്രശ്നപരിഹാരത്തിനായി ഉന്നത ഉദ്യോഗസ്ഥൻ എത്തണമെന്നാവശ്യപ്പെട്ടു. ഈ സമയത്ത് പുറത്ത് പ്രതിഷേധം ശക്തമായി. ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം. അലയൻസ് മറൈൻ എന്ന സ്ഥാപനത്തിൽ നിന്നും രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അടച്ചുപൂട്ടൽ നടപടിക്ക് മുൻപുള്ള നോട്ടീസ് ഇവർക്ക് നൽകുമെന്ന് എൻവയോൺമെന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഒടുവിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്ന് രേഖാമൂലം ഉദ്യോഗസ്ഥർ എഴുതി നൽകിയതോടെ സമരം അവസാനിപ്പിച്ചു. സംഭവത്തിൽ കോടികളുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. വരാപ്പുഴ, ചേരാനെല്ലൂർ, കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. 12 മണിയോടെയാണ് പുലിയെ മയക്കുവെടി വെച്ചത്. 10 മിനിറ്റ് നിരീക്ഷിച്ചതിനു ശേഷം കൂട്ടിലാക്കി. ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷം ജനവാസ മേഖലയിൽ നിന്ന് പുലിയെ മാറ്റാനിരിക്കുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് പുലിയുടെ മരണകാരണമെന്ന് സൂചനയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ചതിൽ അശാസ്ത്രീയത ഉണ്ടായില്ലെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും. 6 മണിക്കൂറോളമാണ് കമ്പിവേലിയിൽ പുലി കുടുങ്ങിയത്. മയക്കുവെടി വെച്ചാണ് പുലിയെ പിടികൂടിയത്. പ്രാഥമിക ചികിത്സ നൽകിയിരുന്നെന്ന് ഫോറസ്റ്റ് റേഞ്ചർ പ്രമോദ് പറഞ്ഞു. വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ച് വീഴ്ത്തി കൂട്ടിലാക്കി. ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വീട്ടിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത്. പുലർച്ചെയാണ് കമ്പിവേലിയിൽ പുലി കുടുങ്ങിക്കിടക്കുന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രദേശത്ത് ആശങ്ക വിതച്ചിരുന്ന പുലിയാണ് കമ്പിവേലിയിൽ കുടുങ്ങിയിരുന്നത്. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയതോടെ പുലി ഓടിപ്പോയി. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇതിനു മുൻപും പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥൻ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥന്റെ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ പുലിയുടെ ആക്രമണത്തിൽ നിന്നും പശുക്കിടാവ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ശബ്ദം കേട്ട് ലൈറ്റിട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴേക്കും പുലി ഓടിമറയുന്നതാണ് ഇവർ കണ്ടത്. പശുക്കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ മുഖത്ത് നല്ല രീതിയിൽ പോറലേറ്റിട്ടുണ്ട്. പുലിയുടെ ആക്രമണത്തിനെതിരെ വനംവകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യം. അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് ഇത്തവണ 52 ദിവസം ട്രോളിംഗ് നിരോധനം. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ ആണെന്ന് മന്ത്രി സജി ചെറിയാൻ. ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന മത്സ്യബന്ധന നിരോധനത്തോട് മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമായിരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു.
മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ, കോസ്റ്റൽ പോലീസ് മേധാവി, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി ഫിഷറീസ്, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ യോഗത്തിലാണ് തീരുമാനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ സർക്കാർ സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. പല സ്കൂളുകളിലും ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ വാങ്ങിക്കൂട്ടിയ ബസ്സുകൾ ഇപ്പോൾ കുട്ടികൾക്കും ഉപകാരമില്ലാതായി. ആക്രിക്കടയിൽ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ചാലക്കുടിയിലെ ഭൂരിഭാഗം ബസ്സുകളും. ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ്, ഗവൺമെൻറ് ഈസ്റ്റ് ഗേൾസ് സ്കൂളുകളിലെ ബസ്സുകൾ ഇപ്പോഴും കട്ടപ്പുറത്താണ്. മുൻ MLA BD ദേവസി ഇരു സ്കൂളുകളിലേക്കും അനുവദിച്ച 2 ബസ്സുകളും കട്ടപ്പുറത്താണ്. കലാഭൂമണി നൽകിയ ബസ്സടക്കം 2 ബസ്സുകളാണ് ഗവൺമെൻറ് ഈസ്റ്റ് LP സ്കൂളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഡ്രൈവറുടെ ശമ്പളം, ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ, ഡീസൽ, ഇൻഷുറൻസ് അടക്കമുള്ള ചിലവുകൾ വഹിക്കാൻ പറ്റാതായതോടെ ബസ്സുകൾ സ്കൂൾ കോമ്പൗണ്ടിൽ കയറ്റിയിട്ടു. അധ്യാപകരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ച് കുറച്ചുനാൾ ബസ് ഓടിച്ചെങ്കിലും അധിക ബാധ്യത വന്നതോടെ അധ്യാപകരും കൈവിട്ടു. പരിചരണം ഇല്ലാതായതോടെ ലക്ഷങ്ങൾ വിലയുള്ള ബസ്സുകൾ തുരുമ്പെടുത്തു. സ്കൂൾ മുറ്റത്ത് അപശകുനം പോലെയാണിപ്പോൾ തുരുമ്പെടുത്ത് കിടക്കുന്ന ബസ്സുകൾ. ഏറെ പ്രതീക്ഷയോടെ വാങ്ങിക്കൂട്ടിയ ബസ്സുകൾ ഇപ്പോൾ കുട്ടികൾക്കും ഉപകാരമില്ലാതായി. സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കാൻ നഗരസഭ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലത്ത് ചെഞ്ചിവിയൻ ആമയെ കണ്ടെത്തി. കാളമുറി പടിഞ്ഞാറ് ഭാഗത്ത് വഴിയിൽ നിന്നാണ് ഗ്രാമലക്ഷ്മി സ്വദേശി ചക്കനാത്ത് സനിലിന് ചെഞ്ചിവിയൻ ആമയെ കിട്ടിയത്. കൗതുകം തോന്നി വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയാണ്. ആമയ്ക്ക് പ്രത്യേകത തോന്നി അന്വേഷിച്ചപ്പോഴാണ് ചെഞ്ചവിയൻ ആമയാണിതെന്ന് വീട്ടുകാർ അറിയുന്നത്. തലപ്പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ചെഞ്ചവിയൻ ആമ എന്ന് വിളിക്കുന്നത്. ആമയുടെ വലിപ്പത്തിലും കൈക്കാലുകളുടെ നിറത്തിലും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട്. അപകടകാരിയായ ഈ ആമയെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു. ആമയ്ക്ക് 4 കിലോയോളം തൂക്കമുണ്ട്. 1 വർഷം മുമ്പും കാളമുറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയിരുന്നു. ആമയെ വനം വകുപ്പിന് കൈമാറുമെന്ന് സനിൽ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ശക്തമായ മഴയിൽ വീട് ഭാഗികമായി തകർന്നു. മാളവള്ളിപ്പുറം ലക്ഷം വീട് കോളനി ആക്കം വീട്ടിൽ അനില വിഷ്ണുമിത്രയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. പഴക്കമുള്ള ഓടിട്ട വീട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ഇത് 3ാം തവണയാണ് വീട് തകരുന്നത് എന്ന് അനില പറഞ്ഞു. ഞങ്ങളുടെ വീട് 2019 കോവിഡ് തുടങ്ങിയ സമയത്ത് 2 പ്രാവശ്യം വീണു. എന്നിട്ട് സർക്കാരിൽ കൊടുത്തിട്ട് വില്ലേജിൽ കൊടുത്തിട്ട് വില്ലേജിൽ നിന്ന് 1,000 രൂപ പാസ്സായിരുന്നുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഇത് വീഴുന്നത്. ഇപ്പോഴും ഒരു രക്ഷയില്ല. സർക്കാരിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമില്ല. ഞങ്ങൾ 4 കുട്ടികളാണ്. അവരെ ഞങ്ങൾ പേടിച്ച് വീട് വീഴുന്നുള്ള ഒരു പേടി കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. മഠത്തിൽ, പുളിപ്പറമ്പിലും താണിശ്ശേരിയിലും മഠത്തിൽ നിർത്തിയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക, ലൈഫിൽ പാസ്സായി കിടക്കുന്നുണ്ട്. പക്ഷേ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഫണ്ടില്ല എന്നാണ് അവർ പറയണത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് വീട് പൊളിച്ചിട്ടാൽ മുഴുവൻ തീർക്കാനും പറ്റില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 2019 കോവിഡ് സമയത്ത് 2 തവണ വീട് ഇടിഞ്ഞു വീണിരുന്നു. അന്ന് സഹായത്തിന് അപേക്ഷിച്ചപ്പോൾ 5000 രൂപയാണ് ലഭിച്ചത്. ലൈഫിൽ വീടിന് പാസ്സായിട്ടുണ്ട്, എങ്കിലും ഫണ്ട് ആയിട്ടില്ലെന്നാണ് പറയുന്നത്. വീട് എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന അവസ്ഥയിലായതുകൊണ്ട് 2 മക്കളെ കോൺവെന്റിൽ ചേർത്തിരിക്കുകയാണെന്നും അനില മീഡിയ ടൈമിനോട് പറഞ്ഞു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു ഖണ്ഡുരമഠത്തിൽ അധ്യക്ഷനായി. ഇറിഗേഷൻ, പൊതുമരാമത്ത്, പോലീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, വനവകുപ്പ്, വൈദ്യുതി തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ബിജു,
KP ജെയിംസ്, ആതിര ദേവരാജൻ, അമ്പിളി സോമൻ എന്നിവരും സംബന്ധിച്ചു. പാലിയേക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMAയും 2.5 ലക്ഷം രൂപയും പിടികൂടി. കാറിലുണ്ടായിരുന്ന കല്ലൂർ സ്വദേശികളായ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ മാവിൻ ചുവട് മണപ്പെട്ടി നിഖിൽ, കല്ലൂർ ആലങ്ങാട്ട് തേങ്ങാമച്ചി മണികണ്ഠൻ, കല്ലൂർ മാവിൻ ചുവട് കല്ലിങ്ങപ്പുറം അമൽ എന്നിവരാണ് പിടിയിലായത്. പാലിയേക്കരയിൽ സംശയാസ്പദമായി നിർത്തിയിട്ട കാർ പരിശോധിക്കുന്നതിനിടെയാണ് MDMAയും പണവും പിടികൂടിയത്. MDMA വിൽപ്പന നടത്തിയ പണമാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്തും ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റു ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ടും തുടരുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തന അവലോകന യോഗവും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് കമ്മിറ്റിയും രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അവലോകനം നടത്തി. സൂപ്രണ്ട് ഡോക്ടർ MP സാനു, ഡോക്ടർ TD ഭുവനേശ്വരി, ഡോക്ടർ CR സിജി, ഡോക്ടർ R രാഗി, ഡോക്ടർ പ്രീമ പോൾ, ഡോക്ടർ മഞ്ജിത് കൃഷ്ണൻ, ഡോക്ടർ ഷാലു പത്മനാഭൻ എന്നിവർ വിഷയാവതരണം നടത്തി. പെരിഞ്ഞനം പുളിഞ്ചോട് ദേശീയപാതയ്ക്ക് ഏറ്റെടുത്ത സ്ഥലത്തെ കുളത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. കുളം നിറയെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയാണിപ്പോൾ. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ കുളത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നത്. ഹോട്ടൽ, കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നുള്ള മാലിന്യങ്ങളും ശുചിമുറി മാലിന്യങ്ങളും കുളത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി പകർച്ചവ്യാധികൾ പിടികൂടുമെന്ന ഭീതിയിലാണ് പരിസരവാസികൾ. നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടിയെടുത്തില്ലെന്നും പരിസരവാസികൾ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് കനത്ത മഴയിൽ വീട് തകർന്നു. ഗൃഹനാഥൻ പരിക്കേൽക്കാതെ ഓടി രക്ഷപ്പെട്ടു. പുല്ലൂറ്റ് പടന്നപ്പുറത്ത് ഉള്ളിശ്ശേരി നൌഷാദിന്റെ ഓടുമെഞ്ഞ വീണാണ് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് കണ്ട് നൌഷാദ് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റു കുടുംബാംഗങ്ങൾ വീട്ടിലില്ലാത്ത സമയത്താണ് അപകടം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിയാറിൽ രാസമാലിന്യം കലർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞ് കർഷക പ്രതിഷേധം. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. പുലി പശുവിനെ ആക്രമിച്ചു. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ സർക്കാർ സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. പല സ്കൂളുകളിലും ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.